ഉത്രാട ദിനമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഉത്രാട ദിനം ഭയങ്കര ആഘോഷമാണ്, ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ് ഉത്രാടം. കാരണം വലിയൊരു സംഭവമാണ്. ഉത്രാടത്തിൽ എന്നാണ് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ. അപ്പോൾ പണ്ട് തൊട്ടേ ഉത്രാടത്തിനൊന്ന് സദ്യ, പായസം അതൊക്കെ ഭയങ്കര ആഘോഷമായിരിക്കും. പിന്നെ നമുക്ക് പൂക്കളം കണ്ടിട്ടുണ്ടായി. നമുക്ക് ഉത്രാടത്തിൽ തന്നെ നമ്മൾ പൂക്കളം ഇടുമ്പോൾ വീടിൻ്റെ ഉള്ളിലേക്കാണ് ഇടാം. നമ്മുടെ ഈ ഡോറിൻ്റെ ഉള്ളിൽ വരെ ഇടണം. പൂരാടത്തിന് എന്നാൽ നമ്മൾ പുറത്തേക്കാണ്. അപ്പോൾ ഞാൻ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ബർത്ത്ഡേ മാത്രമല്ല, ഇന്ന് സെപ്റ്റംബർ 14 എൻ്റെ കൂടെ ബർത്ത്ഡേ ആണ്. അമ്മയുടെ ഉത്രാടം അമ്മയുടെ സ്റ്റാർ ബർത്ത്ഡേ ആണ്. പക്ഷേ ഇന്ന് ശരിക്കും എൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പം അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത്. ഇനി നമുക്ക് വരുമെന്ന് പറയും. ഇന്നേ അവരങ്ങനെ വന്നിട്ടില്ല ഞങ്ങളുടെ ബർത്ത്ഡേ ഒരുമിച്ച്. ഞങ്ങളങ്ങനെ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സദ്യയും പായസവും കേക്ക് കട്ടിക്കൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ഞാൻ ഇനി പൂവിട്ട് ഇനി കോല വരയ്ക്കണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഇപ്പം തന്നെ ഞാൻ 7 മണിക്ക് പൂവിടാൻ തുടങ്ങിയതാണ്. ഞാൻ 10 മണി ആവാറായി തീർന്നിട്ടില്ല. ഇനി ബാക്കിയെല്ലാം കാണിക്കാം. പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതും കാണിക്കാം. ബൈ ബൈ. അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് അമ്മ കുളിച്ച് റെഡിയായി. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു. ഇതെന്താ വിശേഷം? ഉച്ചയ്ക്ക് നമുക്ക് സദ്യയൊക്കെ കഴിച്ച് വൈകിട്ട് നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാം. നമുക്ക് ഇന്ന് ഒരുപോലത്തെ ഡ്രസ്സ് ഇടണം. ഞങ്ങൾ ഇന്ന് ഒരുപോലത്തെ ഡ്രസ്സാണ് വാങ്ങി. എക്സാക്ട്ലി ഒരുപോലത്തെ അല്ല, ശകലം ഡിഫറൻസ് ഉണ്ട്. എന്നാലും ഞങ്ങൾ ഏകദേശം ഒരുപോലത്തെ ഡ്രസ്സൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ ബൈ ബൈ. 3-4 മണിക്കൂറെടുത്ത് ഞാൻ വലിയ പൂക്കളാണ് ഇന്ന് ഇട്ടിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ നേരമായി ഞാൻ പൂക്കൾ ഇടാൻ തുടങ്ങിയിട്ട്. ഇത് കണ്ടോ, നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്കാണ് ഇടുന്നത്. നമ്മളിന്ന് മാവേലീനെ വീടിൻ്റെ ഉള്ളിലേക്ക്, നമ്മൾ ഓണത്തിന് സ്വാഗതം ചെയ്യാണ് വീടിൻ്റെ ഉള്ളിലേക്ക്. അതുകൊണ്ടാണ് ഇന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് പൂക്കളം ഇടുന്നത്. ഇതാണ് മെയിൻ പൂക്കളം. ഇത് ഞാൻ ഇപ്പോൾ വരച്ച കോലമാണ്. എങ്ങനെയുണ്ട്? പായസത്തിൻ്റെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പരിപ്പൊക്കെ അടുപ്പത്തുണ്ട്. അപ്പൂപ്പനോട് ഇരുന്ന് തേങ്ങ ചേർന്നിരുന്നുണ്ട്. അപ്പൂപ്പ പായസം എന്തായി? പായസം ഇപ്പോൾ ഞാൻ പായസത്തിന് ചെറുപയറും അരിപ്പ് വറുത്ത് കഴുകി ഉരുളിക്കകത്തിട്ട് അടുപ്പത്ത് വെച്ചു. ഇനിയിപ്പോൾ ഞാൻ തേങ്ങ ഇരട്ടിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങ ഇരട്ടിയിട്ട് തേങ്ങയ്ക്ക് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാലെന്ന് പറഞ്ഞ പാലെടുക്കും. സദ്യക്ക് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ അവിയലിന് വേണ്ടിയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സദ്യ അങ്ങനെ ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ. മറ്റേ സാമ്പാർ, അവിയൽ, മെഴുക്കുവരട്ടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെയാണ്. ഇപ്പം അപ്പൂപ്പനും അമ്മൂമ്മയും അപ്പൂപ്പനോട് പായസം ഉണ്ടാക്കുന്നുണ്ട്. അമ്മൂമ്മ മറ്റുള്ള കറികളൊക്കെ അവിടെ ഉണ്ടാക്കി തുടങ്ങി. ഓക്കെ. അടുപ്പത്ത് പായസം തിളച്ചു മറിയുകയാണ്. പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അച്ഛന്താ പായസത്തിന് തേങ്ങ പിഴിയുന്നു കണ്ടോ. അമ്മ അടുത്ത കറി മെഴുക്കുവരട്ടിക്ക് പയറായില്ലല്ലോ നിറച്ച്. നമ്മുടെ നാടൻ പയറാ, പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. ഇത് കൊണ്ട് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കും. പായസം റെഡി. അടിപൊളി പരിപ്പ് പായസം. ഇതാണ് ഇന്നത്തെ സദ്യ. ഇതെന്താന്ന് പറഞ്ഞാൽ സാമ്പാർ, കിച്ചടി, ഇഞ്ചിക്കറി, അച്ചാറ്, ഇന്നത്തെ പയർ, മെഴുക്കുവരട്ടി, പപ്പടം. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. എനിക്കിഷ്ടമുള്ളത്. പിന്നെ അവിയൽ അതിനൊക്കെ ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമല്ല. അതൊക്കെ അമ്മമ്മ കഴിക്കുന്നുണ്ട്. അപ്പം ഞാനിതൊക്കെയാണ് കഴിക്കുന്നത്. സദ്യ ഉണ്ടെങ്കിലാണ്
ഇവിടെ കേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്ക്, ചോക്ലേറ്റ് ട്രിപ്പിൾ. ഹലോ, ഇതാണ് എൻ്റെ ഡ്രസ്സ്. കണ്ടോ എൻ്റെ ഡ്രസ്സ് കണ്ടോ? ഇതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ നമുക്ക് 6 മണിയാകുമ്പോഴൊക്കെയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് കേക്ക് കട്ട് ചെയ്യാമെന്നും വിചാരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ് കൊണ്ടുതന്ന കേക്ക് കണ്ടോ? ഹലോ, എൻ്റെ ഡ്രസ്സ് കണ്ടോ? അപ്പോൾ ഇന്ന് ഒരു സർപ്രൈസ് ഉണ്ട്, മനസ്സിലാട്ടോ. അമ്മ ഞാൻ കണ്ടോ പിന്നെ ഒരേപോലത്തെ ഡ്രസ്സ്, ഷോയിൽ വ്യത്യാസം മാത്രമേ, കളർ ചേഞ്ചിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ്. അമ്മയുടെ സ്റ്റാർട്ട് ബർത്ത്ഡേ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന്. എൻ്റെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യാറ്. എനിക്കിത് കേക്കൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ ദൈവ വന്നിട്ടുണ്ട്, അപ്പൂപ്പനും അമ്മയുണ്ട്, അങ്ങനെ നെയ്ബേഴ്സ് ഉണ്ട്. കട്ട് ചെയ്യാം. ദൈവനെ കണ്ട ദൈവ കൊണ്ടുവന്ന കേക്കാണിത്. ബൈ ബൈ. ഇന്നത്തെ ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ കഴിഞ്ഞു. ബൈ ബൈ.